ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്നലെ നെയ്മർ ജൂനിയറുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് നമ്മൾ പങ്കുവച്ചിരുന്നു. ബ്രസീലിയൻ മാധ്യമമായ UOL ആയിരുന്നു അക്കാര്യം റിപ്പോർട്ട് ചെയ്തിരുന്നത്. അതായത് ഇന്ന് നടക്കുന്ന മത്സരത്തിനുള്ള സാന്റോസിന്റെ സ്ക്വാഡിൽ നെയ്മർ ജൂനിയർ ഉണ്ടായേക്കും, എന്നിട്ട് പകരക്കാരന്റെ വേഷത്തിൽ നെയ്മർ ജൂനിയർ കളിക്കും എന്ന ഒരു അപ്ഡേറ്റ് ആയിരുന്നു ഇന്നലെ പുറത്തേക്ക് വന്നിരുന്നത്. പക്ഷെ അതിപ്പോൾ മാറി മറിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ മത്സരത്തിലും നെയ്മർ ജൂനിയർ കളിക്കാൻ സാധ്യതയില്ല എന്നാണ് ഇപ്പോൾ ബ്രസീലിയൻ മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരും റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രശസ്ത മാധ്യമപ്രവർത്തകനായ ലുക്കാസ് മുസേറ്റിയാണ് ഇക്കാര്യം നൽകിയിട്ടുള്ളത്. അതായത് സാന്റോസ് നെയ്മർ ജൂനിയറെ ഇപ്പോഴും സ്ക്വാഡിൽ ഉൾപ്പെടുത്താൻ തയ്യാറായിട്ടില്ല. ഇന്നത്തെ മത്സരത്തിനുള്ള സ്ക്വാഡിൽ നെയ്മർ ജൂനിയർ ഇല്ല. അതുകൊണ്ട് തന്നെ നോറോസ്റ്റയ്ക്കെതിരെയുള്ള മത്സരത്തിൽ നെയ്മർ ജൂനിയർ ഉണ്ടാവില്ല. മാത്രമല്ല, ഫെബ്രുവരി 13 അത്ലറ്റിക്കോ പാരനൈൻസിനെതിരെ ഒരു മത്സരം സാന്റോസ് കളിക്കുന്നുണ്ട്. പക്ഷേ പ്രശ്നം എന്തെന്നാൽ അത് ആർട്ടിഫിഷ്യൽ ടർഫിലാണ്, അഥവാ സിന്തറ്റിക് ടർഫിലാണ്. അവിടെ നെയ്മർ കളിക്കുന്നത് റിസ്ക് ആണ്, പരിക്കേൽക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആ മത്സരത്തിലും നെയ്മർ ജൂനിയർ കളിക്കില്ല. ചുരുക്കത്തിൽ നെയ്മറുടെ തിരിച്ചുവരവ് നീളും, കാത്തിരിപ്പ് നീളും. ഫെബ്രുവരി 16 പുലർച്ചെ നടക്കുന്ന മത്സരത്തിൽ വെലോ ക്ലബ്ബ് എന്ന ടീമിനെതിരെ ഒരു മത്സരം സാന്റോസ് കളിക്കുന്നുണ്ട്. ആ മത്സരത്തിലായിരിക്കും നെയ്മർ ജൂനിയർ തിരിച്ചെത്തുക എന്നാണ് ലുക്കാസ് മുസേറ്റി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് പ്രതീക്ഷിച്ചതിനേക്കാൾ കാലം ഇപ്പോൾ നെയ്മർ ജൂനിയർ പുറത്തിരിക്കുകയാണ്. നമ്മളെല്ലാവരും കരുതിയത് കഴിഞ്ഞ സാവോ പോളോക്കെതിരെയുള്ള മത്സരത്തിൽ നെയ്മർ കളിക്കും എന്നായിരുന്നു. പക്ഷെ കാത്തിരിപ്പ് നീളുകയാണ്. ഇനിയിപ്പോൾ ഫെബ്രുവരി 16 വരെ നെയ്മർ ജൂനിയർക്ക് കാത്തിരിക്കേണ്ടി വരും എന്നാണ് ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.